സ്ഥാനാർത്ഥിയുടെ പേരിന്റെ ലിസ്റ്റിൽ മാറ്റം വരുത്തിയതായി പരാതി. മലപ്പുറം തിരൂർ നഗരസഭയിലെ 25-ാം വാർഡ് UDF സ്ഥാനാർത്ഥി കെ റിയാസിന്റെ പേരാണ് മാറ്റം വരുത്തിയെന്ന് പരാതി ഉയരുന്നത്. റിയാസിന്റെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം 6-മതായിരുന്നു. തൊട്ടടുത്ത ദിവസം പുറത്തിറക്കിയ ലിസ്റ്റിൽ 4-മതാക്കിയതാണ് പരാതിക്ക് കാരണമായത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് കെ റിയാസ് മീഡിയ വണ്ണോട് പറഞ്ഞു. ഞങ്ങൾ 6 സ്ഥാനാർത്ഥികൾ ഞങ്ങളെ വാർഡിലുണ്ട്. അതിൽ CPMന്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, BJP മുന്നണിയുടെ സ്ഥാനാർത്ഥിയുണ്ട്, അതേപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായി ഞാൻ കെ റിയാസ് ഉണ്ട്. അതിന് പുറമെ റിയാസ് എന്ന 3 അപരന്മാരും കൂടിയുണ്ട്. അങ്ങനെ ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് 24-ാം തീയതി രാത്രി കിട്ടിയ പേര് കെ റിയാസ് 6-മതായിട്ടാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഞങ്ങൾ കയ്യിൽ കിട്ടിയതോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പ്രചരണങ്ങൾ തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനത്തിന് 4-മത്. ഇതിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എൻ്റെ പേര് ഏറ്റവും അവസാനമായതുകൊണ്ട് അപരശല്യം ഒരു പരിധിവരെ നാട്ടുകാരോട് നമുക്ക് എന്ത് പറയാം, ഏറ്റവും അവസാനത്തതാണ് ചിഹ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അത് ബോധ്യപ്പെടും. നേരെ തിരിച്ച് 4-ൽ വന്നത് കെ റിയാസ് എന്ന എൻ്റെ പേരിന് മുകളിൽ മുഹമ്മദ് റിയാസ് എന്നൊരു അബനും, കെ റിയാസ് എന്ന എൻ്റെ പേരിന് താഴെ കെ റിയാസും റിയാസ് കുഴുപ്പയിലും എന്ന 2 അപരന്മാരുണ്ട്. ഇത് അങ്ങേയറ്റം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളതായിട്ട് ഞങ്ങൾ കരുതുന്നു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, അട്ടിമറിക്ക് എന്ത് ശ്രമം നടത്തിയെന്നാണ് റിയാസിന്റെ പരാതി? ധന്യ, ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിയാസ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു. അതായത് 24-ാം തീയതി രാത്രി പുറത്തുവിട്ട ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ 6-ാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിലായിരുന്നു റിയാസ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റിയാസ് അവിടെ നാട്ടുകാരോടും അതോടൊപ്പം തന്നെ തന്റെ പ്രവർത്തകരോടൊക്കെ തന്റെ 6-ാം സ്ഥാനത്താണ്, അതായത് വിമത ശല്യം ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും അവസാനത്തെ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്താൽ മതി എന്ന തരത്തിൽ വാട്സാപ്പുകളിൽ പ്രചരിപ്പിക്കുകയും മീറ്റിംഗിൽ അക്കാര്യം പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രവർത്തകരോടെല്ലാം തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞു, അത് പ്രചരണം നടത്തുകയും ചെയ്തു. ശേഷം തൊട്ടടുത്ത ദിവസം UDF മറ്റൊരു നേതാവ് തൊട്ടടുത്ത ദിവസം പറഞ്ഞപ്പോഴാണ് കെ റിയാസ് ഈ തന്റെ ലിസ്റ്റിൽ 6-ാം സ്ഥാനം എന്നുള്ളത് 4-ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം അറിയുന്നത്. അതായത് ഭരണാധികാരി ഒപ്പിട്ട സീൽ ചെയ്ത 2 PDF ഫയലുകൾ, അതിൽ ഒന്നിൽ ഈ 4-ാം സ്ഥാനത്തും ഒന്നിൽ 6-ാം സ്ഥാനത്തുമാണ്. ഈ 4-ാം സ്ഥാനത്തേക്ക് മാറ്റി ഇപ്പം പുതുതായി വന്ന ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്താണ്. തൊട്ടു മുകളിൽ മറ്റൊരു അപരൻ റിയാസ് ഉണ്ട്, തൊട്ടു താഴെ 2 അപരന്മാരായ റിയാസ് ഉണ്ട്. അങ്ങനെ 2 അപരന്മാർക്ക് നടുവിലായി ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കൃത്യമായ അട്ടിമറി, അതായത് ആദ്യം താഴെ കൊടുത്ത പേര് പിന്നീട് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലിനെ തുടർന്ന് 4-ാം സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ളതാണ് റിയാസ് ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് റിയാസ് ജില്ലാ കളക്ടർക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. അതിനകത്ത് അന്വേഷിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ജില്ലാ കളക്ടർ നൽകിയെന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വരണാധികാരിയായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടപ്പോൾ ചില ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്, അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. അതേസമയം റിയാസ് പറയുന്നത് തന്നെ ഈ വാർഡിൽ മത്സരത്തിൽ പൂട്ടാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചിരുന്നു, അതിന്റെ ചില നഗരസഭാ കൌൺസിലർമാർ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഒരു വാർഡിൽ തനിക്കെതിരെ 3 സ്ഥാനാർത്ഥികൾ, ഏതാണ്ട് ഒരേ പേരിലുള്ള 3 സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏത് വിധേനയും തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ തന്റെ പേര് ആദ്യം ഒരു ലിസ്റ്റിൽ ഒരു സ്ഥാനത്ത് നൽകുകയും പിന്നീട് ആദ്യം 6-ാം സ്ഥാനത്ത് നൽകുകയും പിന്നീട് 4-ാം സ്ഥാനത്തേക്ക് അത് മാറ്റുകയും ചെയ്തു. ഇത് തന്റെ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നുള്ളതാണ് കെ റിയാസ് ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് കെ റിയാസ് നമ്മോട് പറയുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്തൊരു കൃത്യമായ അന്വേഷണം നടക്കണം. ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ റിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ധന്യ. ശരി ജംഷീർ.